പുറത്തിറങ്ങാൻ വയ്യ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പുറത്തിറങ്ങാൻ കഴിയാതെയായി. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഖദീജ ബീവി പുറപ്പെട്ട് മൂടിക്കൊടുത്തു. പുറപ്പിന്റെ ഉള്ളിലേക്ക് വന്നു ആകാശത്തെ രാജകുമാരൻ സയ്യിദുനാ ജിബ്രീൽ. സൂറത്ത് ഏതാ? സൂറത്ത് മുസമ്മിൽ. എന്താ പറഞ്ഞേ? واذكر اسم ربك واذكر اسم ربك واذكر اسم ربك واذكر اسم ربك واذكر اسم ربك. നിന്നെ രക്ഷിക്കുന്നവന്റെ നാമത്തെ ഓർക്കുക, പറയുക, ഓർക്കുക. وتبتل إليه تبتيلا. അവന്റെ സ്മരണയിൽ മുങ്ങുക, സ്മരണയിൽ മുഴുകുക. പിന്നെ പറഞ്ഞു റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങൾ മാത്രമല്ല കിഴക്കുള്ളവരെയും പടിഞ്ഞാറുള്ളവരെയും എല്ലാം രക്ഷിക്കുന്നവൻ അവൻ തന്നെയാണ്. അവനൊരാളെയും പ്രയാസപ്പെടുത്തില്ല. അള്ളാഹു തആല നമ്മളെ എല്ലാ പ്രയാസം നീക്കി തരട്ടെ. എന്തൊരു വർത്തമാനാണ് ഇതൊക്കെ. لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون واهجرهم هجرا جميلا. صلاة الله سلام الله على طه رسول الله. صلاة الله سلام الله على ياسين حبيب الله. علم الأرواح التي എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് എത്ര കൊല്ലമെന്ന് എനിക്കറിയുകയില്ല. അതെല്ലാം കശ്മീരിന്റെ അഹ്ലുകാർ പറയേണ്ട വിവരമാണ്. ഞാൻ നിങ്ങളെ അലസ്തു ബിറബ്ബിക്കും അലസ്തു ബിഇലാഹിക്കും എന്നല്ല, അലസ്തു ബിറബ്ബിക്കും. നിങ്ങളെ രക്ഷപ്പെടുത്തേണ്ടവൻ ഞാനല്ലയോ? ഇത് തലക്ക് കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഉറക്കാമീൻ പറയണം. സദസ്സിലുള്ളവരൊക്കെ ഉറക്കാമീൻ പറയണം. ഉറക്കെ പറയാം, ഉറക്കെ തന്നെ ആമീൻ പറയണം. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്ക്. അലസ്തു ബിമഅബൂദിക്കും എന്നോ അലസ്തു ബിഇലാഹിക്കും എന്നോ അല്ല. ഞാൻ നിങ്ങൾ ആരാധിക്കപ്പെടേണ്ടവൻ ഞാനല്ലയോ എന്നല്ല. ഞാൻ നിങ്ങളുടെ ദൈവമല്ലയോ എന്നുമല്ല. എന്താ അല്ലാഹു എന്ത് ചോദിച്ചു? അലസ്തു ബിമഅബൂദിക്കും അലസ്തു ബിഇലാഹിക്കും എന്നല്ല. ഞാൻ നിങ്ങളുടെ മഅബൂദല്ലയോ? അലസ്തു ബിമലിക്കിക്കും ഞാൻ നിങ്ങളുടെ രാജാവല്ലയോ? അങ്ങനെയൊന്നുമല്ല. അലസ്തു ബിഖാലിഖിക്കും നിങ്ങളെ പടച്ചവൻ ഞാനല്ലയോ? അങ്ങനെയുമല്ല. അതൊക്കെ അതിന്റെ ഉള്ളിൽ വരുന്ന വർത്തമാനങ്ങളാണ്. അതൊന്നുമല്ല പറഞ്ഞു. പിന്നെന്താ അല്ലാഹു പറഞ്ഞത്? മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. ഭൗതികവാദികൾ പറയുന്നത് പോലെ സംസാരിക്കരുത്. മുസ്ലിമീ മോമിനീങ്ങളെ പോലെ കയ്യും കാലും കൂട്ടി പായയിൽ കിടക്കുകയും ഭൗതികവാദികളെ പോലെ ചിന്തിക്കുകയുമാണ്. ഇത് അല്ലാഹുവിൽ നിന്ന് അകന്നതുകൊണ്ടാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ എന്നൊരു സംഗതി ഉണ്ട്. അതിന്റെ മേലെ ഉണ്ടാക്കപ്പെടുന്നതാണ് അമൽ. അമൽ ഇല്ലെങ്കിലും ഈമാൻ തന്നെയാണ്. ചിന്തിക്കണം. അമലില്ല നോക്കാൻ ചിലപ്പോൾ അമൽ ഉണ്ടാവൂല. ഈമാൻ ഉണ്ടായി, ഈമാൻ ഒരാൾക്കുണ്ടായി, അമൽ ഉണ്ടായില്ല. ലം യഅമൽ ഹസനതൻ ഖത്തു. ഒരു നന്മയും ഒരാൾ ചെയ്തില്ല. പക്ഷെ അല്ലാഹുവിനെ പേടിയുണ്ട്. അള്ളാഹുവിന്റെ കോടതിയിൽ നാളെ ഹാജരാക്കിയ ആ മനുഷ്യൻ, അപ്പോൾ അള്ളാഹുവിനോട് അയാൾക്കുള്ള പേടി അയാൾ ബോധ്യപ്പെടുത്തി. അള്ളാഹു ബോധ്യപ്പെടാത്തത് കൊണ്ടല്ല. അപ്പോൾ അള്ളാഹു പറഞ്ഞു, എന്നെ പഠിച്ചു സ്വർഗത്തിൽ പ്രവേശിച്ചോ എന്ന് റബ്ബ് പറയുമെന്ന് മുഹമ്മദ് മുസ്തഫ. ലം യഅമൽ ഹസനതൻ ഖത്തു. ജീവിതത്തിൽ ഒരു നന്മയും അയാൾ ചെയ്തിട്ടില്ല. ആദ്യം നന്നാക്കേണ്ടത് നെറ്റല്ല. ആദ്യം നന്നാക്കേണ്ടത് മൂക്കിൽ വെള്ളം കെട്ടിച്ചിട്ടില്ല. ആദ്യം നന്നാക്കേണ്ടത് മുട്ടും കാലും വരും നെരിയാനും വരും ഉണ്ടാക്കേണ്ട തഴമ്പല്ല. ആദ്യം നന്നാക്കേണ്ടത് തലച്ചോറ്. അത് നേരെ പടച്ചവൻ മുന്നിലാക്കി തിരിച്ചു. പടച്ചവൻ ആരെന്നും ഞാൻ ആരെന്നും മനസ്സിലാക്കില്ല. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അത് മനസ്സിലാകാത്ത കാലത്തോളം ഇതിനേക്കാൾ വലിയ പ്രശ്നം ഇനി മുസ്ലിമീങ്ങൾക്ക് വരാൻ പോകുന്നുണ്ട്.
അതിലെല്ലാം മുസ്ലിമീങ്ങൾ പരാജയപ്പെടും. ഇത് ഒന്നാം ഡോസ് മാത്രമാണ്. ഇത് വലിയ ഡോസാണെന്ന് വിചാരിക്കേണ്ട, വമ്പൻ ഡോസുകൾ വരാൻ പോകുന്നുണ്ട്. ഈ ഡോസുകളിലെല്ലാം മുസ്ലിമീങ്ങൾ പരാജയപ്പെടും. ഇതിൽ ജയിച്ചാലോ പരാജയപ്പെടുകയുമില്ല. فلا ينجو منه إلا من عرف دين الله എന്ന് മുഹമ്മദ് മുസ്തഫ. سيصيب أمتي في آخر الزمان بلاء عظيم من سلطانهم فلا ينجو منه إلا من عرف دين الله എന്ന് മുഹമ്മദ് മുസ്തഫ. يا سبحان الله. فلا ينجو منه إلا من عرف دين الله. പല പ്രശ്നം ഉണ്ടാവും. സുൽത്താനിൽ നിന്ന് തന്നെ വലിയ ഉണ്ടാകുക, ഭരണാധികാരിയിൽ നിന്ന് വലിയ പ്രശ്നം ഉണ്ടാവും, പിന്നെ പലതും ഉണ്ടാവും. ഈ പ്രശ്നങ്ങളിൽ രക്ഷപ്പെടുകയില്ല. അള്ളാന്റെ ദീനിനെ അറിയാന്ന് കൂടി പറയുന്നില്ല ഞാൻ. എന്തുകൊണ്ട്? അറിയാന്ന് പറഞ്ഞാൽ പോലും അത് മലയാളാവൂല. അറഫയുടെയും അലിമയുടെയും മാന ഒന്നല്ല. അതിന്റെ ആഴത്തിൽ, അതിന്റെ പ്രത്യക്ഷത്തിൽ ഒന്നാണെങ്കിലും അതിന്റെ ആഴത്തിൽ രണ്ടാണ്. ഇല്ലാമൻ അലിമ ദീൻ അല്ലാഹ് എന്നല്ല മുത്തുനബി പറഞ്ഞത്, ഇല്ലാമൻ അറഫ ദീൻ അല്ലാഹ് എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. ആരിഫ് എന്ന് പറഞ്ഞാൽ ആരാണ്? അറഫ, അറിഞ്ഞവൻ, ഉള്ളവനാണ്. ലൗ ദഅൽ ആരിഫ് ലസാലത്തിൽ ജിബാലു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരിഫീങ്ങൾ ദുആ ചെയ്താൽ പർവ്വതം പോലും നീങ്ങി കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ ആരിഫിന് അള്ളാഹനെ തിരിഞ്ഞു, അല്ലെങ്കിൽ തിരിലാണ്. അതേ തിരിയേണ്ടതുള്ളൂ. വളരെ ചിന്തിക്കണം. ഭൗതികവാദികളെ പോലെ മുസ്ലിമീങ്ങൾ സംസാരിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. മുസ്ലിമീങ്ങൾക്ക് നിലവിൽ വന്ന അള്ളാന്റെ റഹ്മത്ത് തടയാനുള്ള കാരണം ഭൗതികവാദികളെ പോലെ മുസ്ലിമീങ്ങൾ സംസാരിക്കുകയാണ്. അപ്പോൾ അള്ളാഹു അവരെ അകറ്റി നിർത്തും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതുകൊണ്ട് ചിന്തിക്കണം. അള്ളാഹു നമ്മളോട് എന്താ പറഞ്ഞു? അലസ്തു ബിറബ്ബിക്കും. അലസ്തു ബിറബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ? ഞാൻ നിങ്ങളെ രക്ഷിക്കേണ്ടവനല്ലയോ? ഞാൻ നിങ്ങളെ രക്ഷിക്കുകയില്ലയോ? ഞാൻ നിങ്ങളെ രക്ഷിക്കുമെന്ന ഉറപ്പ് നിങ്ങൾക്കില്ലയോ? അലസ്തു ബിറബ്ബിക്കും, അലസ്തു ബിലാഹിക്കും അല്ല, അലസ്തു ബിറബ്ബിക്കും. ചിന്തിക്ക്. അല്ലാഹു പറഞ്ഞപ്പോഴത്തിന് റബ്ബ് എന്ന് പരിചയപ്പെടുത്തി. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോഴത്തിന് സൂറത്തു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ബഹുമാനപ്പെട്ട ഫാത്തിഹ അല്ലാഹ് എന്ന് പറഞ്ഞപ്പോഴത്തിന് പരിചയപ്പെടുത്തി. ആരാണ് അല്ലാഹ്? റബ്ബിൽ ആലമീൻ. ഒരു പ്രയാസമില്ലാതെ സകല ലോകങ്ങളെയും രക്ഷിക്കാൻ കഴിയുന്നവൻ അല്ലാഹ്. രക്ഷിക്കുന്നവൻ അല്ലാഹ്, രക്ഷിക്കാൻ കഴിയുന്നവൻ അല്ലാഹ്, രക്ഷിക്കുന്നവൻ അല്ലാഹ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ബഹുമാനപ്പെട്ട അൽ ബഖറയിൽ കയറി. അൽ ബഖറയിൽ ആദ്യത്തെ 20 ആയത്തുകൾ ഔസാഫുകളാണ്. 3 വിഭാഗത്തിന്റെ ഔസാഫാണ്. ആദ്യത്തെ ആയത്തിന്റെ മാന നമുക്കറിയില്ല, അലിഫ് ലാം മീം. പിന്നെ 4 ആയത്ത് മുഅ്മിനീങ്ങൾ ഔസാഫാണ്. ذلك الكتاب لا ريب فيه هدى للمتقين هدى أولئك على هدى من ربهم وأولئك هم المفلحون. വരെ മുഅ്മിനീങ്ങൾ ഔസാഫാണ്. ഇന്നല്ലദീന കഫറു സവാഉൻ അലൈഹിം എന്ന് പറഞ്ഞ 2 ആയത്ത് കുഫറിന്റെ ഔസാഫാണ്. അല്ലാഹു നമ്മളെ കുഫറിനെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ. പിന്നെ വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി എന്ന് തുടങ്ങിയിട്ട് ഒരു 13 ആയത്തുണ്ട് അവിടെ. ആ 13 ആയത്ത് കപട വിശ്വാസികളുടെ ഔസാഫാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ എത്രയായി? ആദ്യത്തെ ഒരൊറ്റ ആയത്ത് അലിഫ് ലാം മീം ആയത്തും, പിന്നെ 4ഉം 1ഉം 4ഉം 5ഉം 2ഉം 7ഉം 13ഉം 20. 21ാമത്തെ ആയത്ത് അല്ലാഹു മനുഷ്യരോട് ഇബാദത്തിനെ കൽപ്പിക്കുക. എന്താണ് ഇബാദത്തിനെ കൽപ്പിച്ചത്? എങ്ങനെ ഇബാദത്തിന്റെ ആദ്യത്തെ കൽപ്പന എങ്ങനെയാണ്? യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകുമുല്ലദീ, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബകും. നിങ്ങളെ രക്ഷിക്കണോ? നിങ്ങൾ ഇബാദത്തിൽ അല്ലാഹു തൗഫീഖ് തരട്ടെ. തല കൊടുത്ത് പിടിക്ക്, തല ഉയർത്തി പിടിക്ക്, തല തുറന്ന് പിടിക്ക്. തല എന്ന് പറഞ്ഞാൽ ചോറുക്കിന് വെച്ചതല്ല, ചിന്തിക്കാൻ പറ്റും. തല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കുപ്പിയുടെ മേലെ നാരങ്ങ വെച്ച മതി വെച്ചതല്ല തല. അത് വെറുതെ കഴുത്തിന്റെ മേലെ ഇങ്ങനെ മാമുതുന്ന മതി വെച്ച സാധനമല്ല തല എന്ന് ചിന്തിക്കണം. അത് ചിന്തിക്കണം. പടച്ചതമ്പുരാൻ ഇത് അല്ലാഹു തആല നമുക്ക് ആഖിറ തുറന്ന് തരട്ടെ. എന്തൊക്കെ എത്ര സ്ത്രീ ഭർത്താനല്ലാണ്ട് വേറെ എവിടെയാ അല്ലാഹു തആല എവിടെയും രക്ഷിക്കുന്നല്ലേ പറയുന്നത്? എന്തിനു പേടിക്കണം? ചിന്തിക്കണം.
ആദ്യം പഠിച്ചോൻ ആരാധിക്കുക, അള്ളാഹ് ആരാധിക്കുന്നല്ല. ആദ്യം പറഞ്ഞു يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. നിങ്ങൾ നിങ്ങളെ രക്ഷിക്കുന്നവനെ നിങ്ങൾ ആരാധിക്കണം. യാ അയ്യുഹൻ നാസ് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങളെ രക്ഷിക്കുന്നവൻ, നിങ്ങളവൻ ശിക്ഷിക്കല്ല, നിങ്ങളവൻ രക്ഷിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അവസാനിക്കാൻ ഖുർആൻ തുടങ്ങിയതിന്റെ അല്ലാഹു എന്ന് പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞു രക്ഷിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ, അൽഹംദുലില്ലാഹി റബ്ബി രക്ഷിക്കുന്നവൻ. എന്നിട്ട് എന്ന് പറഞ്ഞു ഓതി ഖുൽ അഊദു ബിറബ്ബിന്നാ, ഏത് മനുഷ്യരെ രക്ഷിക്കുന്നവനായ അല്ലാഹു. ചിന്തിക്കണം, അല്ലാഹു ആരാണ് രക്ഷിക്കുന്നവൻ. ചിന്തിക്ക്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഏത് മനുഷ്യ ജനതയെയും രക്ഷിക്കുന്നവനായ പുണ്യ റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആദ്യത്തെ 5 വചനങ്ങൾ ഇറങ്ങി. എന്റെ അല്ലാഹനെ പറഞ്ഞു ആദ്യം പറഞ്ഞു നിന്നെ സൃഷ്ടിച്ച് രക്ഷിക്കുന്നവനായ അല്ലാഹുവിന്റെ നാമത്തിൽ തുടങ്ങുക. രക്ഷിക്കുന്നവന്റെ നാമം എന്നാ പറഞ്ഞു. രക്ഷിക്കുന്നവൻ പിന്നെയും പറഞ്ഞില്ലേ, പിന്നെയും പറഞ്ഞു. ഓതി നോക്ക്, അവിടെ തന്നെ പിന്നെയും പറഞ്ഞു, അവിടെ തന്നെ പിന്നെയും പറഞ്ഞു. ഓതി നോക്കി. ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റഅ വറബ്ബുകൽ അക്രം. ഇഖ്റഅ വറബ്ബുകൽ അക്രം. ഇഖ്റഅ വറബ്ബുകൽ അക്രം. ഏറ്റവും ഔദാര്യം ചൊരിയുന്നവനാണ് നിന്നെ രക്ഷിക്കുന്ന റബ്ബ്. അല്ലാഹു നമുക്ക് ഔദാര്യം ചൊരിഞ്ഞു തരട്ടെ, നമ്മൾ രക്ഷിക്കുകയും ചെയ്യട്ടെ. എത്ര വട്ടം പറഞ്ഞിട്ട് തലയൊക്കെ കയറാത്തത് എന്താണ്? ഇത് അള്ളാന്റെ സമുദായത്തിലെ ജനങ്ങളെ പേടിക്കണം. എന്ത് വർത്താനായി പറയുന്നത്? അതിനർത്ഥം അനിവാര്യമായ അസ്ബാബുകൾ ചെയ്യേണ്ടത് തീർച്ചയായും, പക്ഷേ ചാരണം കൊള്ളേണ്ടത് അല്ലാഹുവില. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പേടിക്കണ്ട. എത്ര വട്ടം ആദ്യത്തെ ചെറിയ 5 ആയത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫ എത്ര വട്ടം പറഞ്ഞ ആ വാക്ക് രക്ഷിക്കും. എന്തിനാ രക്ഷിക്കുവോ പേടിക്കണം? ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ ഇഖ്റാ വറബ്ബുകൽ അക്രമുൽ ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. റബ്ബ് എന്ന് 2 തവണ പറഞ്ഞില്ലേ? റബ്ബൊന്നുമല്ല, നിന്റെ റബ്ബ് എന്നല്ലേ പറഞ്ഞു. ഇഖ്റാ ബിസ്മി റബ്ബിക്, ഇഖ്റാ ബിസ്മി റബ്ബിക്, ഇഖ്റാ വറബ്ബുക്, ഇഖ്റാ വറബ്ബുക്. നിന്നെ രക്ഷിക്കുന്നവൻ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തി തരട്ടെ. മനസ്സ് തുറക്കും. ആദ്യം പേടി തടിമെന്ന് ഒഴിവാക്കിയിട്ട് അല്ലാഹുവിനെ പേടിക്കും. അല്ലാഹുവിനെ പേടിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിനു പഠിക്കണം? എന്തിനാ ബേജാറാവുന്നത്? അല്ലാഹു രക്ഷിക്കും. എത്ര വട്ടം ഇതിനെ ഈ ഖുർആനിൽ നമ്മൾ അന്ന് രക്ഷിക്കുന്നു പറയാനല്ലേ ഖുർആൻ ഇറക്കി? തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്? അല്ലാഹു രക്ഷിക്കുന്നവനാണ്. അവസാനിക്കുമ്പോൾ ആയത്ത് തുടങ്ങിയോ? അവസാനിക്കുന്ന സൂറത്ത് എന്താ പറഞ്ഞത്? രക്ഷിക്കുന്നവനാണ്. എന്തിനു പേടിക്കുന്നത്? എന്താ ഈ പറയുന്നത്? എന്നിട്ട് ഭൗതികവാദികളെ പോലെ ചില സംഘടനകൾ സംസാരിക്കുക. എവിടെയാടാ നിന്റെ തൗഹീദ്? എവിടുന്നാണ് ഈ തൗഹീദ് പഠിച്ചത്? എന്താണ് ഇവരത് മനസ്സിലാക്കാത്തത്? പടച്ചതമ്പുരാന്റെ പേരിൽ സംഘടന ഉണ്ടാക്കി കച്ചവടം ചെയ്യാൻ നല്ലത്. എന്ത് തൗഹീദ് അവർ മനസ്സിലാക്കിയത്? ചിന്തിക്കണം. അസ്ബാബുകൾ ചെയ്യണമെന്നല്ല, പക്ഷേ അസ്ബാബുകൾ ചെയ്യണം. പക്ഷേ അഭയം തേടേണ്ടത് അല്ലാഹുവിനാണ്. അല്ലാഹുവിനെ രക്ഷിക്കുന്നവനായി മനസ്സിലാക്കണം. ആരാധിക്കാൻ പറഞ്ഞത് രക്ഷിതാവിനല്ലേ? ആരാധിക്കാൻ പറഞ്ഞത് ആദ്യം ഇറങ്ങിയ 5 ആയത്തിൽ 2 തവണ പരിചയപ്പെടുത്തിയതും നിന്നെ രക്ഷിക്കുന്നവനായ അല്ലാഹ്, നിന്നെ രക്ഷിക്കുന്നവനായ അല്ലാഹ്. അങ്ങനെയല്ലേ വലിയ പ്രതിസന്ധികൾ അധികരിച്ചു മുത്ത് മുഹമ്മദ് മുസ്തഫ. എന്തൊരു പ്രതിസന്ധിയായിരുന്നു എന്ന് പറഞ്ഞാൽ വല്ലാത്ത പ്രതിസന്ധി. പുറത്തിറങ്ങാൻ വയ്യ, ശത്രുക്കൾ വളയുക. മുത്ത് റസൂൽ മുസ്തഫയെ പുണ്യ റസൂൽ മുസ്തഫ
സല്ലല്ലാഹു ഹബീബായ മുഹമ്മദ് മുസ്തഫ എല്ലാവരും ഉറക്കത്തിന് സ്വലാത്ത് ഇല്ലണേ. അല്ലാഹു തആല വെള്ളിയാഴ്ചരാവുകയാണ്, ശ്രദ്ധിക്കണേ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അങ്ങനെ വലിയ പ്രശ്നം ആദ്യ കാലത്ത് ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വല്ലാത്ത ഒരു ഭയാനകമായ പ്രതിസന്ധി ഹബീബിനെ ബാധിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബ് പോലും വിഷമിച്ചു. ഖദീജ എന്നെ ഒന്ന് പുറപ്പെട്ട് മൂടിത്തരോ ഹബീബ് പറഞ്ഞു. ഒരു തരം വൈഷണ്യം, ഒരു തരം വല്ലാത്തൊരു അവസ്ഥ, വല്ലാത്തൊരു മനസ്സ്, വേദനിക്കുന്ന മനസ്സ്. പുണ്യ റസൂൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പുതപ്പിട്ട് മൂടി കൊടുത്തു. ആ പുതപ്പിന്റെ ഉള്ളിലേക്ക് വന്നു സയ്യിദുനാ ജിബ്രീൽ. ഏതാ കൊടുത്ത സൂറത്ത് ഏതാ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ വസ്ദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല إنا سنلقي عليك قولا ثقيلا إن ناشئة الليل هي أشد وطئا وأقوم قيلا إن لك بالنهار سبحا طويلا واذكر اسم ربك നിന്നെ താങ്കളെ രക്ഷിക്കുന്നവൻ എന്റെ നാമത്തെ ഓർക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്താ ചിന്തിക്കാത്ത, പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യം ഹബീബിനുണ്ടായി. മുഹമ്മദ് മുസ്തഫ എവിടെ ശല്യം, എവിടെ ശത്രു, പുറത്തിറങ്ങാൻ വയ്യ. അങ്ങനത്തെ അവസ്ഥ നമുക്കില്ലല്ലോ. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും. പുറത്തിറങ്ങാൻ വയ്യ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തിറങ്ങാൻ കഴിയാതെയായി. ഹബീബായ മുഹമ്മദ് മുസ്തഫ ഖദീജ ബീവി പുതപ്പിട്ട് മൂടിക്കൊടുത്തു. പുതപ്പിന്റെ ഉള്ളിലേക്ക് വന്നു ആകാശത്തെ രാജകുമാരൻ സയ്യിദുനാ ജിബ്രീൽ. സൂറത്ത് ഏതാ? സൂറത്ത് മുസമ്മിൽ. എന്താ പറഞ്ഞേ? واذكر اسم ربك നിന്നെ രക്ഷിക്കുന്നവന്റെ നാമത്തെ ഓർക്കുക. പറയുക, ഓർക്കുക. അവന്റെ സ്മരണയിൽ മുങ്ങുക, സ്മരണയിൽ മുഴുകുക. പിന്നെ പറഞ്ഞു റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ്. നിങ്ങളെ മാത്രമല്ല കിഴക്കുള്ളവരെയും പടിഞ്ഞാറുള്ളവരെയും എല്ലാം രക്ഷിക്കുന്നവൻ അവൻ തന്നെയാണ്. അവനൊരാളെയും പ്രയാസപ്പെടുത്തില്ല. അല്ലാഹു തആല നമ്മളെ എല്ലാ പ്രയാസം നീക്കി തരട്ടെ. എന്തൊരു വർത്തമാനാണ് ഇതൊക്കെ. ലാ ഇലാഹ ഇല്ലാഹു ഫത്തഖിദുഹു വകീലാ വസ്ബിർ അലാ മാ യഖൂലൂന വഹ്ജുറുഹും ഹജ്റൻ ജമീലാ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽ ഹാദി റസൂലില്ലാഹ് وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله على ياسين حبيب الله. الله നമുക്ക് തുറന്നു തരട്ടെ. ചിന്തിക്ക്, രക്ഷിക്കുന്നവൻ രക്ഷിക്കുന്നവനായ അല്ലാഹുവിന്റെ നാമത്തെ ഓർക്കുക. ചിന്തിക്കണം. പിന്നെ റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി, കിഴക്കും പടിഞ്ഞാറും രക്ഷിക്കാൻ അവനൊരു പ്രയാസവുമില്ല. കിഴക്ക് രക്ഷിക്കുന്നവനും അവനാണ്, പടിഞ്ഞാറ് രക്ഷിക്കുന്നവനും അവനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഉറുമ്പ് കോട്ടൻ വെള്ളത്തിൽ ചാടി കണ്ടി ചാടിയപ്പോൾ ഉറുമ്പുകൾ പറഞ്ഞു ഞാൻ രക്ഷിക്കും. നടക്കൂല കുട്ടി. എന്നാൽ കിണറിന്റെ ഉടമക്കാരന് അതൊരു പ്രശ്നമുള്ള കാര്യമല്ല, അതൊരു പ്രശ്നമല്ല. അല്ലാഹു നമ്മളെ അവന്റെ പരിഹാരം കൊണ്ട് നമ്മെ സന്തോഷിപ്പിക്കട്ടെ. അതാണ് പരിഹാരം.
മുസ്ലിങ്ങൾ ആദ്യ ജനങ്ങളോട് മുസ്ലിങ്ങളോട് വിശേഷിച്ചും ദുആ ചെയ്യാൻ വേണ്ടി ചൈനയിലെ ഭരണാധികാരി അഭ്യർത്ഥിച്ചു. എന്തായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? ഇപ്പോൾ ചൈനയിലെ ഭരണാധികാരി ഇന്നലെ സോഷ്യൽ മീഡിയ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആരോട്? മുസ്ലിങ്ങളോട്. എന്തൊക്കെ അവിടെ നടന്നിരുന്നത് നേരത്തെ നിങ്ങൾ ചിന്തിക്കണം. സുബ്ഹാനല്ലാഹ് പ്രയാസമുള്ള കാര്യമല്ല. റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബ് ലാ ഇലാഹ ഇല്ലാ ഹു ഫത്തഖിറുഹു വകീലാ നിഷേധികളും ഭൗതികവാദികളും പലരും പറയും. അതെല്ലാം നിങ്ങൾ ക്ഷമിക്കുക. അവരുടെ വിടുവായത്തങ്ങളെ സുന്ദരമായി തള്ളിക്കളയുക. അതുകൊണ്ട് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിഷേധികൾ പറയുന്ന വാക്കിനെ നിങ്ങൾ സുന്ദരമായി തള്ളിക്കളയുക. അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ചിന്തിക്കുക. നമ്മള് പരിശുദ്ധ ഖുർആന്റെ വന്നിട്ട് ഇതെന്ത് ഈ ഖുർആൻ പറഞ്ഞ സാധനം എന്താ? കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയെ പോലത്തെ ഒരു പുസ്തകം അല്ല, എന്താണ് ഈ സാധനം? ഈ ഖുർആൻ പറഞ്ഞ സാധനം എന്താണ്? മനോരമ പോലത്തെ ഒരു പത്രം, DC ബുക്സ് ഇറക്കിയ കുറെ പുസ്തകങ്ങളുണ്ട്. പിന്നെ NBS പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുണ്ട്, മാതൃഭൂമി പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ഇങ്ങനെ പല ജാതി സംഘങ്ങളും പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ പോലത്തെ ഒരു പുസ്തകവും. എന്താണ് ഈ ഖുർആൻ? ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്. അതിന്റെ ഒരു തലം അള്ളാന്റെ കയ്യിലും ഒരു തലം നിങ്ങളുടെ കയ്യിലുമാണ്. അത് പിടിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തിനു പിടിക്കണം? ചിന്തിക്കണം. അല്ലാഹുവിനെ രക്ഷിതാവായി മനസ്സിലാക്കാത്തവർക്ക് ദീൻ മനസ്സിലാവും. ആട്ടുന്ന നേരത്തെ ഇബ്ലീസിനോട് അല്ലാഹു ഇബ്ലീസിനെ ഓടിക്കുകയാണ്. അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, ഞാൻ ആദമിന്റെ മക്കളെ നശിപ്പിക്കും. എന്റെ മറുപടി, അല്ലാഹുവിന്റെ മറുപടി, ليس لك عليهم سلطان وكفى بربك وكيلا وكفى بربك وكيلا. നിന്റെ ഇഷ്ടപ്പെട്ട അടിമകളുണ്ട്, നിനക്ക് തൊടാൻ കഴിയില്ല, നീ തൊടൂല. ആദമിന്റെ മക്കളെ മുഴുവനും ഞാൻ നശിപ്പിക്കും. ആര് പറഞ്ഞു? ഇബ്ലീസ് പറഞ്ഞു. ഇബ്ലീസ് തുടക്കം പറ. അപ്പൊ അല്ലാഹുവിന്റെ മറുപടി, وكفى بربك وكيلا بربك وكيلا അവർക്ക് രക്ഷിതാവും മതിയാവും. وكفى بربك وكيلا. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മൾ അല്ലാഹുവിന്റെ മറയിൽ പോയി നിൽക്കലാണ് നിസ്കാരം. നിസ്കാരത്തിൽ അല്ലാഹു നമ്മളെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കുന്ന വാക്കെന്താ? റബ്ബ് 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 സുബ്ഹാന റബ്ബിയൽ അലീം സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. ഏറ്റവും മഹാനായ റബ്ബ്, എന്നെ രക്ഷിക്കുന്ന റബ്ബ് പരിശുദ്ധനാണ്. സുബ്ഹാന റബ്ബി, എന്നെ രക്ഷിക്കുന്നവൻ പരിശുദ്ധനാണ്. സുജൂദിലോ സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, രക്ഷിക്കുന്നു ഒക്കെ പറയട്ടെ. പിന്നെ എങ്ങനെ ബേജാറാണ്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾ ആദ്യം പറഞ്ഞാൽ മനസ്സിലായോ ഇല്ലേ എന്ന് പറയും, ഞാൻ ബാക്കി പറയുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവണില്ലേ? ഒന്ന് ഉറക്കം പറയും. പറഞ്ഞാൽ മനസ്സിലാവണില്ലേ? നമ്മൾ വെറുതെ നെറ്റിമ താമ്പുണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്താൽ പോരാ. നെറ്റിമ താമ്പുണ്ടാക്കിയ കച്ചവടത്തിന് നല്ല സുഖമാണ്. ഇമാണ്ടാക്കിയാന്ന് വിചാരിച്ചാൽ നല്ല ഉഷാറിൽ കച്ചവടം ചെയ്യാ. അതുകൊണ്ട് അള്ളാന്റെ ആളാവൂല. ഇവിടെ ലെവലാക്കണം. ഇവിടെ പേടിക്കണ്ട, നമുക്ക് നമ്മളെ റബ്ബുണ്ട്. അങ്ങനെ തന്നെയല്ലേ അല്ലാഹു നമ്മുടെ മുഹമ്മദ് കാന അക്തറു ദുആഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബന. കാന അക്തറു ദുആഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബന. റസൂലുള്ളാഹിന്റെ കൂടുതലുള്ള ദുആയും എന്ന് പറഞ്ഞുകൊണ്ടാണ് റബ്ബന, ഞങ്ങളെ രക്ഷിക്കുന്നവനെ, ഞങ്ങളെ രക്ഷിക്കുന്നവനെ, ഞങ്ങളെ രക്ഷിക്കുന്നവനെ. രക്ഷിച്ചില്ല.
ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടതിന്റെ 8ാമത്തെ കൊല്ലമല്ലേ ലോകം കണ്ട രാജകുമാരനെ പോലെ ഇന്ന് വരെ ഒരാൾക്ക് വരാൻ കഴിയാത്ത വിധത്തിൽ രാജാവായി തിരിച്ചു വന്നില്ലേ? കരിഞ്ഞില്ലേ? ഒക്കെ പൊട്ടി കരിഞ്ഞില്ലേ? ആ ചീഞ്ഞളിഞ്ഞ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ട ആളുകളുടെ പിൻഗാമികൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒന്ന് പൂഴിനുള്ളിടാൻ ഹബീബിനെ ചെയ്യാൻ അവർക്ക് കഴിയില്ല. അത്രയും വലിയ ആളായിട്ടുണ്ട് മുഹമ്മദ് മുസ്തഫ. ആ വരവ് കണ്ടപ്പോൾ മക്കയിലെ നേതാവായ അബൂ ജഹലിന് ശേഷം നേതാവായ അബൂ സുഫിയാൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞില്ലേ, സ്വാറ ഇബ്നു അഖീകൽ യൗമ മലിക്കൽ മുലൂക് എന്ന് പറഞ്ഞു. അതാ വർത്താനം. ആരാ പറഞ്ഞത്? അബൂ സുഫിയാൻ. അന്ന് അബൂ സുഫിയാൻ ആരാ? അബൂ സുഫിയാൻ സയ്യിദ് ഖുറൈശ്, ഖുറൈശികളുടെ നേതാവായ അബൂ സുഫിയാൻ മുത്തു മുഹമ്മദ് മുസ്തഫ മക്കയിലേക്ക് ഇങ്ങനെ വരുന്നത് ജബൽ അബീ ഖുബൈസിന്റെ മുകളിൽ തലേന്ന് രാത്രി കയറി ഇങ്ങനെ പാളി നോക്കുമ്പോ കണ്ണെത്താത്ത ദൂരത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടാളം വിശ്രമത്തിലും ഇബാദത്തിലും ഭക്ഷണത്തിലും എല്ലാം ഏർപ്പെട്ടത് ഇങ്ങനെ കണ്ടപ്പോൾ ബേജാറായിട്ട് ആ തന്റെ കൂടെ നിൽക്കുന്ന അബ്ബാസിനോട് പറഞ്ഞു, അബ്ബാസേ, സ്വാറ ഇബ്നു അഖീകൽ യൗമ മലിക്കൽ മുലൂക്. മലിക്കന്നല്ല, മലിക്കൽ മുലൂക്. ഇന്ന് നിന്റെ അനുജന്റെ മകൻ രാജാക്കന്മാരുടെയും രാജാവായല്ലോ എന്ന് പറഞ്ഞു. ആര്? അബൂ സുഫിയാൻ. പറഞ്ഞില്ലേ, രാജാക്കന്മാർ രാജാവായി. എന്തുകൊണ്ട്? രക്ഷിക്കുന്നവൻ രക്ഷിക്കും. പേടിക്കണ്ട, 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 പേടിക്കണ്ട. അല്ലാഹു തൗഫീഖ് തരട്ടെ. ചിന്തിക്കണം, ചിന്തിക്കണം, ചിന്തിക്കണം. അള്ളാന്റെ പണി എന്താ? ഒരു നിർവാഹമില്ലാതെ 7 ആളുകളും ഒരു നായയും ഗുഹയിൽ അഭയം തേടി. പിന്നെ അവർ ഗുഹയിൽ വളർന്നപ്പോൾ അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യിർ ലനാ മിൻ അംരിനാ റശദാ. അങ്ങനെയല്ലേ പറഞ്ഞത്? ഒന്ന് ചെല്ല്. എങ്ങനെയല്ലേ പറഞ്ഞത്? റബ്ബനാ آتنا ربنا آتنا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ഞങ്ങളെ രക്ഷിക്കുന്നവനെ ആര് പറഞ്ഞാൽ അസ്ഹാബുൽ കഹ്ഫ്. പിന്നെ ഒറ്റക്കടത്തം കടന്നു. റബ്ബനാ ഒറ്റക്കടത്തം കടന്നു. പിന്നെ എണീക്കണത് എന്നാ 309 കൊല്ലം കഴിഞ്ഞു. എന്നാ വല്ല ക്ഷീണമുണ്ട്. എന്നിട്ട് വാദപ്രതിവാദം നടത്താം. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വൈകുന്നേരം അവർ ഗ്ലൂക്കോസ് കൊടുക്കണം. മുണ്ടൂല. നിങ്ങൾ ഇവിടെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ സ്ഥലത്തുണ്ടോ? നിങ്ങൾ റേഞ്ച് വിട്ടു പോയോ? നിങ്ങൾ റേഞ്ചിന് പുറത്തു പോയോ? അതോ നിങ്ങൾ റേഞ്ചിനുണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ അള്ളാനെ മനസ്സിലാക്കാതെ ഈ ബോധമില്ലാത്ത വിഡ്ഢികളായ, എന്താണ് റബ്ബ് എന്ന് മനസ്സിലാകാത്തവർ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ നമ്മൾ പറയാൻ പാടില്ല. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. റബ്ബിനെ മനസ്സിലാക്കണം. അപ്പോഴാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ റബ്ബിന്റെ മേൽ കച്ചവടം നടത്തുകയല്ല, റബ്ബിനെ മനസ്സിലാക്കുക. ആ റബ്ബിനെ മനസ്സിലാക്കുന്നവർക്കാണ് ഔലിയാക്കന്മാരെന്ന് പറയാം, അവർക്കാണ് ആരിഫീങ്ങൾ എന്ന് പറയാം. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നമ്മളെ ആക്കി തരട്ടെ. റബ്ബുണ്ട്, റബ്ബ് 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 തന്നെ പറയാം. റബ്ബ് ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا പിന്നെ 309 കൊല്ലം ونقلبهم ذات اليمين وذات الشمال وكلبهم باسط ذراعيه بالوصيد. മുന്നില് നായ കടന്നു, ഉള്ളിലോ ഒരു കടന്നു. എത്ര കൊല്ലം? 309 കൊല്ലം കടന്നു. എന്നിട്ട് എണീറ്റ് വാദപ്രതിവാദം നടത്തി. എന്നിട്ട് ഒരാളെ ഭക്ഷണത്തിന് പറഞ്ഞപ്പോൾ പറഞ്ഞു, ഭക്ഷണത്തിൽ ഹലാലായ ഭക്ഷണം ഉണ്ടെങ്കിൽ വാങ്ങിയാൽ മതി, നമുക്ക് അത്ര വലിയ ക്ഷീണമൊന്നുമില്ല. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? 309 കൊല്ലം തിന്നാത്ത മനുഷ്യന്മാർക്ക് കിട്ടിയതൊക്കെ ഹലാലാവൂലേ? കിട്ടിയതൊക്കെ ഹലാലാവില്ല. 309 കൊല്ലം
309 കൊല്ലം ഒരു മുറുക്ക് വെള്ളം ഇറക്കാതെ ഒരു ഭക്ഷണം കഴിക്കാത്ത ആളുകള് അങ്ങാടിയിലേക്ക് ഭക്ഷണത്തിന് ആളെ പറഞ്ഞയച്ചപ്പോൾ എന്ത് പറഞ്ഞു? 2 നിയമങ്ങൾ പറഞ്ഞു. പോലീസിലേക്ക് സാധനം വാങ്ങണ്ട പോര്. പോലീസിനെ റോട്ട് കണ്ടാൽ പിന്നെ സാധനം വാങ്ങാതെ പോര്. നമുക്ക് ഭക്ഷണം ചെയ്യണില്ല. പിന്നെയോ ഈ സാധനം പോലീസ് ഒന്നും ഇല്ലാന്നുണ്ടാ തന്നെ ഹലാലും ഹറാമും നോക്കാതെ ദത്തയാനൂസിന്റെ നാടാണ്. കച്ചവടം ചെയ്യുന്ന സാധനം വാങ്ങരുത്, ഹലാലായ ഭക്ഷണം മാത്രം വാങ്ങിയാൽ മതി. ഹറാമാണെങ്കിലോ വാങ്ങേണ്ട. നമുക്ക് അത്ര വലിയ ക്ഷീണമൊന്നുമില്ല. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് പറയും? എത്ര കൊല്ലായി? 300 എന്തേ ഉറങ്ങാൻ കിടന്നപ്പോ എന്ത് പറഞ്ഞു? റബ്ബന 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 റബ്ബന. ഇതൊന്നും ചിന്തിക്കാതെ വെറും ഭൗതികവാദികളെ പോലെ പറയുന്നത് എന്തിനാണ്?